ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു 5 മണിക്ക് അലാറം വെച്ചിട്ട് 5:30 ആകുന്നപ്പോഴത്തേക്കും മെല്ലെ തലപൊക്കി എഴുന്നേറ്റ് വരികയാണ് കേട്ടോ. അപ്പോൾ ഉറക്കപ്പിച്ചിലാണ് ഞാനിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പാടി കേട്ടിട്ട് നല്ല ഉറക്കത്തിലാണ്, ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. ഒരു 5 മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞാൽ ചില സമയം സ്പോട്ടിൽ എഴുന്നേക്കും, ഇല്ലെങ്കിൽ ഇച്ചിരി കിടന്നിട്ട് ഒരു 5:30 ആകുന്നപ്പോഴത്തേക്ക് എഴുന്നേക്കും. മോർണിംഗ് ഡ്യൂട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാലാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കിയിട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോകണം. അപ്പോൾ ഒരു 7:30 ആകുന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തണം. അപ്പോൾ ഒരു 7:15 ഇവിടുന്ന് ഇറങ്ങാൻ പാകത്തിൽ റെഡിയായി നിൽക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചണിലേക്ക് വന്നു. ഡോറൊക്കെ തുറന്നിട്ടുണ്ട്, വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടും. പിന്നെ ഏട്ടൻ്റെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ അത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചു. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് തുറന്ന് നോക്കും, അതിൽ നിന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ വഴക്ക് പറയും കേട്ടോ. കാരണം തണുത്ത വെള്ളം കുടിക്കുന്ന ശീലം കൂടുതലാണ് ഏട്ടന്. അങ്ങനെ ഫ്രിഡ്ജിൽ കിടക്കുന്ന കുറേ കറികളൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പുറത്ത് വെളിയിലേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ തലേ ദിവസം തന്നെ മോർണിംഗ് ഡ്യൂട്ടി ആകുന്ന സമയത്താണെങ്കിൽ ഉപ്പേരിക്കുള്ളതും അങ്ങനെയുള്ളതൊക്കെ സമയമുണ്ടെങ്കിൽ തലേ ദിവസം കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന സാമ്പാറും അതേപോലെ പിന്നെ എന്തായിരുന്നു ഞണ്ട് കറി ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ എടുത്ത് വെളിയിലേക്ക് വെച്ചു. അതിനുശേഷം ചോറുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അരി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ കുക്കറിലേക്ക് ഒരു നാഴി കുറുവ അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ കഴുകിയിട്ട് വേണം വേവാനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ പുതിയൊരു ഗ്യാസ് ഗ്യാസ് അടുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഫ്ലെയിം ഇച്ചിരി കുറഞ്ഞ പോലെ തോന്നിയായിട്ട് നമ്മൾ അതിൻ്റെ മെക്കാനിക്കിനെ വിളിച്ചിട്ട് നമ്മൾ ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചേ. പിന്നെ കുക്കറിൻ്റെ അടി കരിവാളിച്ച പോലെയാണുള്ളത്, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ എത്ര കഴുകിയിട്ടോ ഒരു ഇതാവാത്തത് പോലെയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിൽ എന്താ പറയുക ചട്ടിയൊക്കെ വെച്ച് കരിയില്ല അതുപോലെയുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കുക്കറിൻ്റെ ഭാഗമൊക്കെ ഞാൻ കുറേയൊക്കെ തേച്ച് മിനുക്കിയിട്ടുണ്ട്. പിന്നെയും എന്താ പറയുക നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഇങ്ങനെ കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ അപ്പോൾ കരിയുന്നൊരവസ്ഥയാണ്. അതിനിപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇത് വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടു. കിച്ചണിൽ വന്നേ പിന്നെ നല്ല ഫ്രഷ് എയറെ കയറിക്കോട്ടെ എന്ന് കരുതിയിട്ടോ. പിന്നെ ഉറക്കപ്പിച്ചിലിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. എനിക്ക് ശരിക്കും ഉറക്കം മതിയായിട്ടില്ല. പിന്നെ ഞാൻ എന്തായാലും എഴുന്നേറ്റിലേ പറ്റുള്ളൂ. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് സൈഡിലേക്ക് വെച്ചു. അത് പൊരിക്കാൻ ഇടാനുണ്ട്. പിന്നെ തലേ ദിവസം നേരെ ഉള്ളതുകൊണ്ട് കുറച്ച് പച്ചപ്പയർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡർ ഉപയോഗിച്ച് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ. അത് കുറച്ച് എനിക്കിങ്ങനെ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ നമ്മുടെ പപ്പായ അല്ലെങ്കിൽ ബീട്രൂട്ടൊക്കെ ആണെങ്കിലും ഞാൻ നമ്മുടെ ഉപ്പേരിക്കുള്ള കട്ട് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമാണ്. അത് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഞാനിത് സവാളയൊക്കെ കട്ട് ചെയ്ത് അരിഞ്ഞ് വെച്ചത് കണ്ടില്ല, അത് ഞാൻ ശരിക്കും നമ്മൾ മാനുവലി കട്ട് ചെയ്തതല്ല, നമ്മുടെ മിക്സർ ഗ്രൈൻഡറിലിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് എളുപ്പമുണ്ട് എനിക്ക് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ തൊലി പൊളിച്ചെൻ്റെ കണ്ണ് മൊത്തം എന്താ പറയുക കണ്ണിൽ നിന്ന് വെള്ളം കുടുകുടാന്ന് പോകും കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക നമ്മുടെ മിക്സർ ഗ്രൈൻഡർ വെച്ചിട്ടാണ് ഞാനിപ്പം അരിഞ്ഞിട്ടുള്ളത്. നിങ്ങളിപ്പോൾ സൂക്ഷിച്ച് നോക്കൂ കേട്ടോ. പയർ നല്ല വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സവാള കട്ട് ചെയ്ത് കണ്ടോ, ഇതൊക്കെ നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പമുണ്ട് ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പയർ തോരൻ ഉണ്ടാക്കാൻ പോവാണ്. ഉപ്പും മഞ്ഞളും ഇച്ചിരി എന്താ പറയുക കടുകൊക്കെ ഓൾറെഡി പൊട്ടിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക ഉറങ്ങിയിട്ട് ശരിക്കും ഒന്നും മതിയായിട്ടില്ല. പിന്നെ ഞാൻ അങ്ങ് എഴുന്നേറ്റാണ് കേട്ടോ. ചില ദിവസങ്ങൾ മോർണിംഗ് ഡ്യൂട്ടി പോകുമ്പോൾ ഒരു ഉറക്കം മതിയാത്ത പോലെ തോന്നും, ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ്. എൻ്റെ കുക്കറിൻ്റെ അടി കണ്ടോ നിങ്ങളിപ്പം, ശരിക്കും അത് ഫ്ലെയിം കൂട്ടി വെച്ച് പിന്നെ ഇങ്ങനെയാണ് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതെന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. അത് ഇനിയിപ്പം ഒന്നും കൂടെ വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുകയോ എന്തെങ്കിലും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അപ്പം കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാൻ വെച്ചു. പിന്നെ എന്താ പറയുക ഗ്യാസിൽ ഓൾറെഡി അരി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പയർ തോരനും അവിടെ നിന്ന് ആവുന്നുണ്ട്. അപ്പോൾ ആ സമയം ചുമ്മാ ഇരിക്കേണ്ടതെന്ന് കരുതിയിട്ട് ഞാനിത് ബ്രഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫേസൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്ന ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഉറക്കമൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. പിന്നെ ഞാനിത് ബ്രഷൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ജാക്കി കുട്ടനുണ്ട് മുറ്റത്തുനിന്ന് കേട്ടോ. സത്യം പറയട്ടെ, നമ്മുടെ ഈ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പേ ആയിട്ടും ഞാനിപ്പോൾ ഒരു ഫെബ്രുവരിയിലല്ലേ ജോയിൻ ചെയ്തത്, അതിന് മുൻപേ ഞാൻ വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ 5 മണിക്ക് കൃത്യം എഴുന്നേറ്റിട്ട് എഡിറ്റ് ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് മടി തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ എങ്കിൽ ജോലിക്ക് പോകുമ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് മടിയാണ്, എന്നാലും എഴുന്നേൽക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു 5:30-6 മണി ആ സമയത്ത് എഴുന്നേറ്റാലും എൻ്റെ പരിപാടി ഞാൻ ഷടപടയെന്നും പറഞ്ഞ് കഴിക്കാറുണ്ട് എന്തായാലും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെക്കും കേട്ടോ. തലേ ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും മോർണിംഗിൽ പോവുകയാണെങ്കിൽ. പിന്നെ മിക്കപ്പോഴും ഞാൻ ഈവനിങ് ഡ്യൂട്ടിയാണ് എടുക്കാറുള്ളത്. കാരണം കുറച്ച് ഉറങ്ങിയിട്ടൊക്കെ മെല്ലനെ എഴുന്നേറ്റിട്ട് ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ ആക്കി അതൊക്കെ കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ മിക്കപ്പോഴും ഈവനിങ് എടുക്കുന്നത്. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ചോറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത്
ഉഴുന്നിൻ്റെ മാവ് ഓൾറെഡി തലേ ദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഞാനിതാ ദോശ ചൂടാൻ പോവാണ്, ഉപ്പൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉഴുന്ന് ദോശ മാവ് ഫേസിലേക്ക് ഇട്ട് കഴിഞ്ഞാലുള്ള റിസൾട്ട് ഞാൻ പറയണ്ടല്ലോ. എൻ്റെ മുന്നത്തെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇച്ചിരി വൈറലായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കമൻസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഉഴുന്ന് ദോശയുടെ മാവ് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഉഴുന്നെടുക്കുക, പച്ചരി എടുക്കുക, ചോറെടുക്കുക, പിന്നെന്താ ഉലുവ എടുക്കുക. ഇത് മൂന്നല്ല 4 പൊതിർത്തി വെച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അതിൽ ഉപ്പ് ചേർക്കാതെ ഫേസിലേക്ക് ഇട്ട് കൊടുത്താൽ അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. അങ്ങനെ അതിൻ്റെ ദോശ അതായത് ഞാൻ നെയ്യിട്ടിട്ടാണ് എന്താ പറയുക ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഫ്ലാസ്കിലേക്കും മറ്റുള്ള ജഗ്ഗും അമ്പാടീൻ്റെ വാട്ടർ ബോട്ടിലേക്കും അങ്ങനെയൊക്കെ ഒഴിച്ചു വയ്ക്കുകയാണ് കേട്ടോ. ഓരോ ജോലികളും പെട്ടെന്ന് ചെയ്ത് കൊടുത്താൽ കുറച്ച് റിലാക്സ് ചെയ്തിട്ടൊക്കെ ഡ്യൂട്ടിക്ക് പോവാം, അല്ലെങ്കിൽ ഓടിപ്പിടിച്ച് പോകേണ്ട അവസ്ഥയും ഉണ്ടാവാറുണ്ട് കേട്ടോ. എല്ലായ്പ്പോഴും ഒരുപോലെ അല്ലല്ലോ. ചില ദിവസം എന്താ പറയുക നേരത്തെ തന്നെ കഴിയും, ചില ദിവസം ഇച്ചിരി ലേറ്റായി പോവും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞണ്ട് കറി ഓൾറെഡി തലേ ദിവസം ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ തണുപ്പ് മാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂട് കൊള്ളിച്ച് ഒന്ന് പതിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കയ്യിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് നോക്കുകയാണ്. ഞണ്ട് കറി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റാണ്. ഞണ്ടും കല്ലുമക്കായ മാത്രമേ കേട്ടോ കഴിക്കുള്ളൂ, വേറെ മീൻ ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല. പിന്നെ ആ പാനിൽ ഞാൻ ആ കറി മാറ്റിയതിന് ശേഷം അത് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിൽ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ ഓൾറെഡി സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ഓൾറെഡി തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഞാൻ മുളകും മഞ്ഞളും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇന്നിപ്പോൾ അത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ പൊടികളായിട്ട്. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് കൈ വെച്ചൊന്ന് ഞരണ്ടി മസാലയൊക്കെ ഒന്ന് ചേർന്ന് എന്നിട്ട് പൊരിക്കാനിടാമെന്ന് കരുതി കേട്ടോ. ഇങ്ങനെ മോർണിംഗ് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ചില ദിവസങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ തേങ്ങ ഒരിക്കലും ഈ തേങ്ങ ചിരണ്ടലൊക്കെ ഇച്ചിരി മടിയുള്ള കാര്യമാണ് കേട്ടോ. ബാക്കിയൊന്നും എനിക്ക് വലിയ പ്രശ്നമായി തോന്നാറില്ല, പക്ഷേ ഈ തേങ്ങ ഉരിക്കാനും ചിരണ്ടാനൊക്കെ ഇച്ചിരി പ്രയാസമാണ്, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ തേങ്ങ അരച്ചത് ഫ്രിഡ്ജിലില്ല എന്നാണെങ്കിൽ ഞാൻ ഏട്ടനെ രാവിലെ തന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. അപ്പോൾ മൂഡ് ഓക്കെ ആണെങ്കിൽ എഴുന്നേറ്റ് എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരും, എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും വിളിച്ച് ഉണർത്തിയിട്ട് കൊണ്ടുവരും കേട്ടോ. പിന്നെ ചില ദിവസങ്ങൾ എനിക്ക് സുഖമില്ല, അല്ലെങ്കിൽ തീരെ വയ്യെങ്കിലൊക്കെ ഏട്ടൻ എഴുന്നേറ്റ് ഹെൽപ്പ് ചെയ്യാറുണ്ട് രാവിലെ പോകേണ്ട ദിവസങ്ങളൊക്കെ ആണെങ്കിൽ. അങ്ങനെ നമ്മൾ ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം നമ്മുടെ ഈ കാസ്ട്രോളിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് അത് ഡൈനിങ് ഹാളിലേക്ക് അങ്ങ് വെക്കുകയാണ്, ഡൈനിങ് ടേബിളിലേക്ക് കേട്ടോ. എന്നാൽ നമുക്ക് പിന്നെ ആ ഭാഗം നോക്കണ്ടല്ലോ. അങ്ങനെ കിച്ചണ് പിന്നെ ഒരുവിധം പാത്രങ്ങളൊക്കെ ഞാൻ കഴുകാനുള്ളതൊക്കെ നമ്മുടെ ഈ സിങ്കിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ കഴുകാനെന്നുള്ളത് എനിക്ക് എന്താ പറയുക, എനിക്ക് ഇഷ്ടമാണ് കഴുകാനും. പക്ഷേ ഏട്ടൻ പറയും നിനക്ക് എപ്പോഴും ഈ വൃത്തിയാക്കലും എപ്പോഴും കഴുകി വെക്കലും തന്നെയാണ് പരിപാടി എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കനും ഫൈനലായിട്ട് ആയിട്ടുണ്ട്, അതൊക്കെ പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ടേബിളിലേക്ക് കൊണ്ടുവച്ചാൽ പിന്നെ കിച്ചൺ വൃത്തിയാക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ അവിടെ സൈഡിലൊക്കെ കറിയും ഇത് പാടുകളൊക്കെ ഉണ്ടായിരുന്നു, കറീൻ്റെ പാടുകളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. പിന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് എന്താ പറയുക ഒന്ന് തുടച്ച് മിനുക്കിയിടും കേട്ടോ. എന്നാൽ പിന്നെ എനിക്ക് കുറച്ചൊരു സമാധാനമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ എന്തെങ്കിലും കരുവേപ്പിലയിടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ നമ്മുടെ ഉപ്പേരിയൊക്കെ അല്ലെങ്കിൽ ഉള്ളിത്തോല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ താഴെ പോകുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂലുകൊണ്ട് ഒന്ന് അടിച്ച് തൂത്ത് വാരിയിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചിടും. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും അങ്ങനെ എന്തെങ്കിലും സമയം നോക്കൂ കേട്ടോ. അങ്ങനെ ഞാനിപ്പം ചെയ്യുന്നത് ലഞ്ച് ബോക്സ് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം എനിക്ക് 3 ഷിഫ്റ്റ് ആയിട്ടില്ല കേട്ടോ. 2 ഷിഫ്റ്റ് ആയ സമയത്ത് അങ്ങാണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ലഞ്ച് കൊണ്ടുപോകാറില്ല. മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ച 2 മണിയാകുന്നപ്പോഴത്തേക്ക് വീട്ടിലെത്താറുണ്ട്. 2:30 ഉള്ളിൽ ഞാൻ എന്തായാലും വീട്ടിലെത്താറുണ്ട്. അപ്പോൾ ഇതിപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു 2 ഷിഫ്റ്റ് ആയ സമയം കണ്ടാണ് ഞാൻ ലഞ്ചൊക്കെ എന്താ പറയുക ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറിയും ഞണ്ട് കറിയും അതേപോലെ സാമ്പാറും പപ്പടവും അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ചിക്കൻ പീസൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അമ്പാടീൻ്റെ ലഞ്ച് ബോക്സും അവനും അംഗനവാടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനെ വിടാറില്ല. അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സും എൻ്റെ സ്നാക്സ് ബോക്സും എനിക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ 1-2 ദിവസം കണ്ട് ഇതേപോലെ നട്ട്സും ഈത്തപ്പഴം അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ദിവസങ്ങൾ ഇന്നിപ്പോൾ ഞണ്ട് കറിയുള്ളതുകൊണ്ട് ഇച്ചിരി ഒരു ദോശയും ഇച്ചിരി ഞണ്ട് കറിയും കൂട്ടി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങൾ തിരിഞ്ഞു നോക്കാനേ പറ്റത്തില്ല കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ ഞാൻ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തു, ഷൂസൊക്കെ ഇട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അമ്പാടി നല്ല ഉറക്കത്തിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനോടും അമ്പാടീനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.